ശില്പശാല പറയുന്നത് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവും. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് എത്ര ഭീകരമായി കുട്ടികളുടെ സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ പറ്റി അതിന്റെ ഗൗരവത്തെ പറ്റി ഒന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ദൈനംദിനമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞത് തന്നെ. അത് ഈ മേഖല അവർ രാവിലെ കുട്ടികൾ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഊഞ്ഞാലാട്ടം എന്നുള്ളൊരു പരിപാടിയാണ് സ്കൂളിൽ ഊഞ്ഞാൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആടി വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിലേക്ക്. ഞാൻ ശ്രദ്ധിച്ചോളാം, ഇങ്ങനെ പോകുന്ന കുട്ടികൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടികളെ ആ വർഷം നമുക്ക് വിദ്യാഭ്യാസം നൽകാൻ സാധിക്കും. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഏതൊരു കുട്ടികളുടെയും അവകാശമാണ്. ഈ അവകാശം സംരക്ഷിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നാണ് പറയാനുള്ളത്. കണ്ടെത്തി അവരുടെ ഒരു സർവേ നടത്തി ആ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു തുടക്കം. അങ്ങനെ അവിടുത്തെ ഒരു കുട്ടികളുടെ ഊരിൽ കടന്നു ചെന്ന സമയത്ത് എനിക്ക് ഫസ്റ്റിലെ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് ഈ കുട്ടികൾ ഓടി അകത്തേക്ക് ഒളിച്ചു ഇരിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പ്രവർത്തിക്കുന്ന ഒരു 10-25 വർഷത്തെ പരിചയസമ്പന്നമായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പ്രൊമോട്ടർ എന്ന രൂപത്തിലും ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന രൂപത്തിലും എനിക്ക് പറയാനുള്ളത്, ഈ മേഖലയിലുള്ള കുട്ടികൾ ഏറ്റവും നമ്മൾ നേരത്തെ ജോസഫ് സാർ അടക്കം പറഞ്ഞ പോലെ ഈ മേഖലയിലുള്ള കുട്ടികൾ അക്ഷരാഭ്യാസങ്ങൾ 1 തൊട്ട് Z വരെയുള്ള കാര്യങ്ങൾ അക്ഷരം മലയാളവും ഇംഗ്ലീഷും പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഇനിയുള്ള ഭാവി തലമുറകളിലേക്ക് നമ്മുടെ മക്കളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം അനുകരിക്കുന്ന പേരാവരുത്. സ്വന്തമായിട്ട് അവരുടെ 4-5 ആളുകൾ അച്ഛനും അമ്മയും മക്കളും കൂടെ ആലോചിച്ച് കുട്ടിക്കൊരു പേരിടുക, അവരുടെ വീടിന്റെ പേരുണ്ടാക്കുക, കോളനി എന്നുള്ള പേരേ മാറ്റുക. ഒരു വീട്ടില് അല്ല കോളനി എന്നുള്ളത് ചിലപ്പോൾ 5-10 നമ്മളൊക്കെ വീടുണ്ടാക്കുമ്പോൾ സൺഷെയ്ഡ് ഇത്ര വീതി നീളം എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടാവും. അവരെ വീട് നിർമ്മാണത്തിൽ സൺഷെയ്ഡിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല. സംഭവിക്കുന്ന വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം നേരിട്ട് വീഴുന്നത് അവരെ വാതിലിലേക്കോ ജനലിലേക്കോ ആണ്. അത് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഇവര് ക്ലബിൽ ഇപ്പോൾ 12 കുട്ടികളാണ് ഉള്ളത്. അപ്പം പിന്നെ ക്ലബ്ബ് രൂപീകരിച്ച സമയത്ത് ഫ്ലൈസി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആ സമയത്ത് കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവുമാണ് കുട്ടികളെ ഫുള്ളായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മാസവും 2ാം ശനി ഞായറാഴ്ച അങ്ങനെ 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് കാനഡ എന്ന പേരിൽ നമ്മൾ ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും നമ്മൾ കുട്ടികൾ ആദ്യകാലങ്ങളിൽ നമ്മൾ അവരുടെ പഠനം പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, കണക്ക്, മലയാളം പോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്ഷരങ്ങളും അങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ചിത്രകല, ചെണ്ട, തനത് ഭാഷയിലുള്ള നമ്മൾ ഒരു മൂപ്പന്മാരെ വെച്ചിട്ട് തനത് ഭാഷകളിലുള്ള അവരുടെ അനുഭവങ്ങൾ ഷെയറിങ്ങുകളൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ തന്നെയാണ് പ്രധാന BRC എന്നുള്ള നിർദ്ദേശങ്ങൾക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായിട്ട് ഏതൊക്കെ ഉന്നതികൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മറ്റു ജില്ലകളിലെ ബത്തേരി BRCക്ക് കീഴിൽ ഏകദേശം 5-6 പഞ്ചായത്തുകളായിട്ട് മുട്ടിൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 5-6 പഞ്ചായത്തുകളിൽ ഇത് കണ്ടെത്തി നമുക്കൊരു ഈ ജില്ല മുഴുവനും പോയി പ്രവർത്തിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മോഡൽ ക്രിയേഷൻ ഉള്ള ഒരു സാധ്യത ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു നിർദ്ദേശം എനിക്കുള്ളത്. പ്രത്യേകമായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ, അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ജോസഫ് സാർ, ബിജു ഏട്ടൻ, അതുപോലെ നമ്മുടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായ വത്സല മാഡം, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് പേരെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു.